ഹലോ. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ എനിക്കൊരു സ്കൂൾ ഫീൽഡ് ട്രിപ്പ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ടീച്ചേഴ്സിനിടാൻ കുറച്ച് ഡ്രസ് കോഡൊക്കെ ഉണ്ട്. അത് തപ്പിയിട്ട് ഞാൻ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ്. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിയണേ എന്തൊക്കെയോ സെയിൽ നടക്കുന്നുണ്ട്. 699 സാധനമൊക്കെ 250-നൊക്കെയാണ് കിട്ടുന്നതെന്ന്. ഈ കാണുന്ന പിങ്ക് ടോപ്പ് ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ എടുത്തില്ല, കാരണം ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് ചിലപ്പോൾ അത് ഇടാൻ പറ്റത്തില്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനത് എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൂട്ടിപ്പെറുക്കി. പിന്നെ ട്രയൽ റൂം കുറച്ച് പ്രഹസനങ്ങളൊക്കെ ഇത്തിരി മസ്റ്റാണല്ലോ. ആദ്യം ഞാൻ ഈ ഒരു ഷർട്ടാണ് ഇട്ട് നോക്കിയത്. ഇതാകുമ്പോൾ കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് വേണം എന്നുള്ള രീതിയിലാണ് സ്കൂളിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്ന ഇൻഫർമേഷൻ. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ബ്ലൂ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഫിറ്റിങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായി തോന്നിയിട്ട് ഞാനെടുത്തൊരു ഡ്രസ്സാണ്. പക്ഷെ ഇട്ട് നോക്കിയപ്പോഴാണ് കാണുന്നത് റൈറ്റ് ഷോൾഡറിൻ്റെ അവിടെ എന്തോ ഒരു ഇരുമ്പുകറ പോലെ ഒരു കുത്ത്. അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ആ ഡ്രസ്സ് റിജക്റ്റ് ചെയ്തു. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലുക്കിലല്ല കേട്ടോ, കംഫർട്ടിൽ. പിന്നെ ആദ്യം ഇട്ടൊരു റെഡ് ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ബ്ലൂ ഏതാണ് ചേരുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടതായിരുന്നു. അവസാനം അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എടുത്തു, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം, ആ കാണിച്ച ബ്ലൂ ആൻഡ് ബ്ലാക്ക്. പിന്നെ അവിടുന്ന് നേരെ ഞാൻ ഇറങ്ങി. ഒരെണ്ണല്ലേ കിട്ടിയുള്ളൂ എന്നുള്ള സങ്കടത്തിലൊക്കെ നോക്കുമ്പോൾ ഇറങ്ങാൻ നിൽക്കണ നേരത്തെ ഒന്നും കൂടി പരതി നോക്കാൻ നോക്കിയപ്പോൾ 2 ടീഷർട്ടും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടു. അതും ഞാൻ എടുത്തു. വീക്ക് ഡേ ഒക്കെ ആണെങ്കിലും കൗണ്ടറിൽ തിരക്കുറവൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്റ്റുഡിയോന്ന് എൻ്റെ സാധനം മേടിച്ചതേ ബാഗ് എടുത്തുകൊണ്ട് ഞാൻ ബൈ ബൈ പറഞ്ഞു. അടുത്തത് അവിടെ നിന്ന് നേരെ ഞാൻ പോയത് ലെൻസ് കാർട്ടിലേക്കാണ്. ലെൻസ് കാർട്ടിൽ നിന്ന് ഞാൻ 2 സ്പെക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, 2 കൂളേഴ്സ്. അതിൽ ഒരെണ്ണത്തിന് വലത്തോട്ടൊരു ചെരുവും മറ്റൊന്നിൻ്റെ ഗ്ലാസും പോന്നു. അതാകുമ്പോൾ ഒരു 3 മാസം മുമ്പൊക്കെ എടുത്തൊരു സ്പെക്സ് ആയിരുന്നു. അത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കേടായപ്പോൾ എനിക്കൊരു വിഷമം. അത് രണ്ടും കൂടെ ഞാനൊരു 8000-ൻ്റെ അടുത്തേക്ക് പേ ചെയ്ത 2 സ്പെക്സ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സമയം കിട്ടാത്തതുകൊണ്ട് എനിക്ക് പോകാനും പറ്റിയിരുന്നില്ല. ഇന്നത് കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് ആ പണിയും കൂടെ അങ്ങ് തീർത്തു. ഈ 2 സ്പെക്സാണ് ഞാൻ ഫിക്സ് ചെയ്തത്. ഇതിൻ്റെയാണ് കണ്ണാടി പോയത്. മറ്റേതിനായിരുന്നു ഒരു ചെരുവും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ടാറ്റാ.